ബംഗ്ലാദേശിനെ ഗ്രേറ്റർ ബംഗ്ലാദേശ് ആക്കാനുള്ള പദ്ധതികളൊക്കെ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. യൂനിസിന് ശേഷം നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ പറയുന്ന ഈ മതമൗലികവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ബന്ധമുള്ള സുൽത്താനി ബംഗ്ല എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അവിടെ പ്രവർത്തനമുണ്ട്. അവരാണ് ഈ പറയുന്ന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മറ്റൊരു പാകിസ്ഥാൻ്റെ സ്വഭാവത്തിലേക്ക് ബംഗ്ലാദേശ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പറയേണ്ടി വരും. നമുക്ക് അടുത്ത ഒരു ഭീഷണി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് തന്നെ. ബംഗ്ലാദേശിലെ മിക്കവാറും ഒരു അസ്ഥിരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ തുർക്കിയിലെ സർക്കാർ ഇതര സംഘടനയാണ് ഈ സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറയുന്നത്. തുർക്കി യൂത്ത് ഫെഡറേഷൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് പോലെ ഗ്രാമവികസനം, യുവാക്കളുടെ ശാക്തീകരണം, യുവതികളെ ശാക്തീകരണം, സാധാരണക്കാരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇസ്ലാമിക ജിഹാദ് തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഇത് പറഞ്ഞതുപോലെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മതഭ്രാന്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. അപ്പോൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാൻ തോന്നുന്നു. 1928 ഈജിപ്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു മതപ്രസ്ഥാനമല്ല, മറിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആഗോള പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത് നടത്തുന്നത്. ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ വിഘടനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം, എങ്ങനെ ആ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച്, അതായത് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാം, എങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിലേക്ക് ആളുകളെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക ചിന്തയെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തു വരുന്നത്. അവിടെ ശരീഅത്ത് നിയമം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. ഇതേ രീതി തന്നെയാണ് ഈ സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറയുന്ന സംഘടനയും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ നടപ്പിലാക്കുക, ബംഗ്ലാദേശ് അസ്ഥിരമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇത് നടപ്പിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അവിടെ ഭൂരിഭാഗമുള്ള ഒരു ജനവിഭാഗം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അവരിലേക്ക് തീവ്രമായിട്ടുള്ള ആശയങ്ങൾ കുത്തിവെക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയിലേക്കും ഇത് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ മാത്രമല്ല, പലരും ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ശത്രുക്കൾ ഉള്ളിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി, ഹിസ്ബുത് തഹ്രീർ തുടങ്ങിയിട്ടുള്ള സംഘടനകളൊക്കെ, അതായത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളായിട്ട് കരുതി പോരുന്ന തരം സംഘടനകളെയൊക്കെ ശാക്തീകരിക്കാനായിട്ടുള്ള ശ്രമം ഈ പറയുന്ന സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറയുന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2025 മാർച്ചിൽ ഹിസ്ബുത് തഹ്രീർ ബംഗ്ലാദേശിൽ ഒരു ഖിലാഫത്ത് മാർച്ച് നടത്തിയിട്ടുണ്ട്. ലോകത്തിലെ മുസ്ലിമുകൾക്ക് അതിരുകളില്ല എന്നുള്ളൊരു ആഹ്വാനം കൂടി അതിൽ അവർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതിർത്തികളില്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം ബംഗാളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്നുണ്ട്. നമ്മുടെ അതിർത്തികൾ, അതായത് ബംഗാൾ ഉൾപ്പെടെയുള്ള അതിർത്തികൾ കേന്ദ്രീകരിച്ച് അതുകൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇവർ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭൂപടം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിർത്തികളില്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ബംഗാൾ വഴി കടത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിനുള്ളിൽ മതധ്രുവീകരണം നടത്താനുള്ള ഒരു ശ്രമമാണ് എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ തുർക്കി യൂത്ത് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള നിരവധി തുർക്കി NGOകൾ സക്കാത്തിലൂടെ ഇന്ത്യൻ മുസ്ലിമുകളെ തീവ്ര ആശയങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. സക്കാത്ത് എന്താണെന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയാം. ഈ സക്കാത്ത് നൽകുന്നത് ആർക്കാണ്? അതിൻ്റെ സതുദ്ദേശമുണ്ട്. സതുദ്ദേശം അവിടെ നിൽക്കും, പക്ഷെ ഇവർ പ്രചരിപ്പിക്കുന്നത് ദുരുദ്ദേശമാണ്. അപ്പോൾ സക്കാത്ത് നൽകുന്ന ആളുകൾ കൂടുതൽ അവരിലേക്ക് ആകൃഷ്ടരാവുകയും അവർക്ക് വായിക്കാനും അവർക്ക് പഠിക്കാനുമായിട്ട് കൂടുതൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കുറച്ചുകൂടെ ആകൃഷ്ടരാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുകയും വായിപ്പിക്കുകയും വായിച്ചതിന് ശേഷം ഇവരിലേക്ക് ആകൃഷ്ടരായി തിരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യം നമ്മളിവിടെ വെറുതെ പറയുന്നില്ല. യൂറോപ്യൻ പാർലമെൻറ്റിലെ രേഖകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സക്കാത്ത് വഴി
ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, തീവ്ര ആശയങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അതിലേക്ക് ആളുകളെ, യുവാക്കളെ പ്രത്യേകിച്ചും ആകർഷിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതൊക്കെ ആ രേഖകളിൽ പോലുമുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളൊക്കെ പാകിസ്ഥാനുമായിട്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നെറ്റ്വർക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഇവരിലേക്ക് ആകൃഷ്ടരായതിനു ശേഷം. എന്നിട്ട് ഇവർ വഴി നമ്മുടെ രാജ്യത്ത് ഈ വിഘടനപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. പലരും പല യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സ്കോളേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ളതും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ISIS അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുർക്കി ധനസഹായം ചെയ്യുന്നുണ്ട് എന്ന് ആണ് അറിയുന്നത്. ഇതുവരെ വളരെ പേരെടുത്തിട്ടുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ തുർക്കി സഹകരണ ഏകോപന ഏജൻസി, യൂനസ് എംറെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഫൗണ്ടേഷൻ, തുർക്കി പാകിസ്ഥാൻ കൾച്ചറൽ അസോസിയേഷൻ, തുർക്കി ഡയസ്പോറ യൂത്ത് അക്കാദമി എന്നിവയൊക്കെ ചേർന്ന് ഗവേണിംഗ് കാര്യങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ ആകർഷകരായിട്ട് നമ്മുടെ യുവാക്കൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അവർ നിസ്സംശയം ചെയ്തു കൊടുക്കും. ഈ പറയുന്ന ബിലാൽ എർദോഗൻ്റെ ഉടമസ്ഥതയിലുള്ള തുർക്കിഷ് യൂത്ത് ഫൗണ്ടേഷന് പാക് ആസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടല്ലോ, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിം വിദ്യാർത്ഥികളെയൊക്കെ ഇവർ തുർക്കിയിലെത്തിക്കും. പല കാര്യങ്ങൾ വഴി തുർക്കിയിലെത്തിച്ച് പാക് സംഘടനകളുമായിട്ട് ബന്ധപ്പെടുത്തി അവർ ഉപയോഗിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലേക്ക് താമസം മാറ്റുന്ന ഇവർ ഗ്രേറ്റർ ബംഗ്ലാദേശ്, ഗസ്ബ ഇ ഹിന്ദ് തുടങ്ങിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്ലീപ്പർ സെല്ലുകളായിട്ട് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. അതായത് അവരെ അവിടെ എത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ഇവരെ ഒരു ഘട്ടത്തിൽ ഇവിടെ എത്തിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇസ്ലാമുകൾക്കിടയിൽ അവരുടെ ഐഡൻറ്റിറ്റി ഇന്ത്യ അല്ല, മറിച്ച് ഇസ്ലാമികമാണ് എന്നുള്ളത് വരുത്തി തീർക്കുകയും ഇതുവഴി ചെയ്യുന്നുണ്ട്. യൂനസ് എന്ന് പറയുന്ന ആ ഒരു പാവ ഭരണാധികാരിയുണ്ട്. യൂനസിനും ഈ പറയുന്ന സുൽത്താനത്ത് ഈ ബംഗ്ലാവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കൊക്കെ അന്വേഷണം കടന്നു ചെല്ലുമ്പോൾ യൂനസിനും പല കാര്യങ്ങൾ വഴിയും ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. യൂനസ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കും, അതായത് പലർക്കും വേണ്ടിയുള്ള കളിപ്പാവയാണ്, അത് ആരുടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അയാൾ ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാം. അപ്പോൾ യൂനസ് മാത്രമല്ല, യൂനസിൻ്റെ മകളുണ്ട്, ദിന അഫ്രോസ് യൂനസ്. ഈ യൂനസിൻ്റെ പേരും ഈ ബംഗ്ലായുടെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം ഇപ്പം തന്നെ നേരിട്ട്, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഇടിച്ചു കയറി വന്ന് കുറേ ഏറ്റുമുട്ടലും കൊലപാതകങ്ങളും നടത്തി അവർ തിരിച്ചു പോയി. ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് കരുതുന്നുണ്ട്, സംസ്കാരം, ചരിത്രം, ഇതെല്ലാത്തിനെയും ആയുധമാക്കിക്കൊണ്ട് വേറെ തന്നെ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു അറ്റാക്കാണ് ഒരു രാജ്യത്തിന് എതിരെ നടത്തുന്നത്. അപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് വ്യക്തമായ ഉത്തരം തേടേണ്ടതുണ്ട്. ജയശങ്കർ അതിനനുസരിച്ചിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞത്, അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇതിനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറയുന്നത്, നമ്മൾ നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട്, ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്, ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പടിപടിയായിട്ട് നമ്മൾ നടത്തുമെന്നൊക്കെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഈ ഐക്യരാഷ്ട്രസഭ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അതായത് ആസിയാൻ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ തുടങ്ങിയ വേദികളിലുമൊക്കെ നമുക്ക് ഈ ഒരു വിഷയം ബംഗ്ലാദേശും കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ഒരു അജണ്ട നമുക്ക് ഉന്നയിക്കാനും അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാക്കാനും കഴിയണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്.